ബിഗ് ബോസിന്റെ രണ്ടാമത്തെ ദിവസം, അതായത് എപ്പിസോഡ് 3, പക്ഷേ ഡേ 2 ആണേ. നമുക്കൊന്ന് റിവ്യൂ നോക്കാം. മൊത്തം ഇന്നലത്തെ കുറച്ച് ഞാൻ ലൈവ് ഒക്കെ ചെയ്തത് എന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ലൈവിൽ നടന്ന സംഭവങ്ങളൊക്കെ കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജിസ്ലി തന്നെ. ഇന്ന് ഫയർ ആയിരുന്നു കേട്ടോ. നല്ല ഏതായാലും ഒരു 4 ഗുണ്ടകൾ പോയിട്ട് ഗുണ്ടി തിരിച്ചടിച്ചു വിട്ടു. അടിപൊളിയായിരുന്നു. ഇന്ന് നല്ല ഫയർ ആയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം ജിസ്ലി കൊണ്ടുപോയി. പിന്നെ നമ്മുടെ ഇന്നത്തെ ഫുൾ എപ്പിസോഡ് നമുക്ക് കേൾക്കാം. അനുമോളും ഷാനവാസും തമ്മിലുള്ള അടി. അതായത് ഒരു കാര്യം മുഴുവനും കേട്ടിട്ട് സംസാരിക്കണം. പുള്ളി അനുമോള് പറഞ്ഞു വന്ന കാര്യം വേറെയാണ്, പക്ഷെ പുള്ളി അത് മാനിപ്പുലേറ്റ് ചെയ്ത് വേറൊരു രീതിയിലോട്ടാക്കി. അനുമോള് പറഞ്ഞെന്നുള്ള രീതിയിലാക്കി. എല്ലാവരും ആദ്യം അത് വിശ്വസിച്ചു, പിന്നെ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടോ എനിക്ക് ഷാനവാസിന്റെ ആ സ്ട്രാറ്റജി ഒന്നും അത്ര പിടിക്കുന്നില്ല. നിങ്ങൾ അഭിപ്രായം പറയണം കേട്ടോ. കമന്റ്സ് ഒക്കെ ഇട്ടാലേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അത്യാവശ്യം അറിയാവുന്ന പോലെ ഞാൻ ചെയ്യാൻ ഞാനിത് ആദ്യമായിട്ട് ചെയ്യുവാണ്. സപ്പോർട്ട് ചെയ്യണേ. ബിഗ് ബോസ് ഇത് സ്ക്രിപ്റ്റ് ആണോ എന്തോന്നൊക്കെ ചോദിച്ചിട്ട് ഒരു കളിയാക്കി വിട്ടപ്പോഴത്തേക്ക് എല്ലാരും കൂടെ അത് കൈയടിച്ച് പാസ്സാക്കി. എങ്ങനെയുണ്ട്? ബിഗ് ബോസ് എന്താ പറയാൻ വന്നതെന്ന് പോലും മനസ്സിലാകാതെ എല്ലാരും കൂടെ കൈയടിച്ച് പാസ്സാക്കി. പിന്നെ നമ്മുടെ അനീഷ് ക്യാപ്റ്റൻ അത്യാവശ്യം വെറുപ്പിക്കല് നടത്തുന്നുണ്ട്, എന്നാലും പുള്ളി സ്ക്രീനിലുണ്ട്. ബിഗ് ബോസിനും പുള്ളി കുറച്ച് നാളത്തേന് വേണമെന്ന് തോന്നുന്നു. അതുകൊണ്ട് കുറച്ച് കണ്ടന്റ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാളാണ് അനീഷ്. ഇച്ചിരി കൂടുതലാണ്. ആദ്യം പട്ടി കുരപ്പിച്ചത് നമ്മുടെ ബിൻസി അത്ര ആക്റ്റീവ് ആയിട്ട് തോന്നുന്നില്ല. സംസാരമൊക്കെ കേൾക്കാൻ നല്ല അടിപൊളിയാണ്, നല്ല സ്വരമൊക്കെയാണ്, പക്ഷെ അത്ര ആക്റ്റീവ് അല്ലാത്ത പോലെ ഇരിക്കുന്നു. പിന്നെ ശൈത്യായും അത്ര ആക്റ്റീവ് ആയിട്ട് തോന്നില്ല. രേണു പുറത്തുനിന്ന് ആര് പറഞ്ഞു വിട്ടിട്ടാന്നറിയത്തില്ല, ഭയങ്കര സൈലന്റിലായിട്ട് നോക്കിയിരിക്കുന്നത് മാത്രമേ കാണുന്നുള്ളൂ. അത്ര ഒരു ഫയറായി കാണുന്നില്ല. പിന്നെ രജിത്ത് പുള്ളി അത്ര ആക്റ്റീവായിട്ട് തോന്നുന്നില്ല. നമ്മുടെ ഒനിയൽ കുറച്ച് ഞാൻ ശ്രദ്ധിച്ച ഒരാളാണ്. പേരിലും ഡിഫറെന്റ് ആണ്. പുള്ളി ഒരു കളിക്കുമെന്ന് വിചാരിച്ചു, പക്ഷെ ഒന്നും അങ്ങനെ ആക്റ്റീവ് ആവുന്നില്ല. പുള്ളി കിച്ചണിൽ തന്നെ ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. പിന്നെ ഇന്നത്തെ ബാക്കിയുള്ള കാര്യം, ഡ്രസ്സ് കൊടുത്തുവിടാൻ വിട്ടപ്പോഴത്തേക്കും നെവിൻ ആ ഡ്രസ്സ് അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല. നെവിൻ അത്യാവശ്യം കയറി വരുന്നുണ്ട്. കയറി വന്നാൽ അടിപൊളിയാകുമെന്ന് തോന്നുന്നു. ഒരേപോലത്തെ കളറുള്ള യൂണിഫോം ഡ്രസ്സ് കിട്ടിയത് പുള്ളിക്ക് അത്ര പിടിച്ചിട്ടില്ല. പിന്നെ നെവിൻ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, എന്തോ ഒരു സീക്രട്ട് പരിപാടി ബിഗ് ബോസ് കൊടുത്തതാണോ സംതിങ്, നമുക്ക് ചിലപ്പം ലാലേട്ടൻ വരുമ്പോൾ മനസ്സിലാവുമായിരിക്കും. എന്തോ സീക്രട്ടായിട്ട് എന്തോ പരിപാടി ചെയ്യാൻ തുടങ്ങിയപ്പം എന്നെടുക്കുക എന്നൊക്കെ ഷാനവാസും ചോദിച്ചു, പിന്നെ പിന്നെയും ചോദിച്ചെന്ന് തോന്നുന്നു. അതുകൊണ്ട് പുള്ളിക്ക് ആ പരിപാടി ചെയ്യാൻ പറ്റിയില്ല അന്ന് തോന്നുന്നു. ലൈവ് ഞാൻ ആ പോർഷൻ കണ്ടില്ല, കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കണ്ടുള്ളൂ. ലൈവ് കുറച്ച് എനിക്ക് ലാഗടിക്കുന്ന പോലെ തോന്നുന്നു. കുറച്ച് ബോറാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാത്രം പോയാണ് ഞാൻ കണ്ടപ്പോൾ കിട്ടിയതൊക്കെ ഞാൻ എടുത്ത് എൻ്റെ ചാനലിൽ ഷോർട്സ് ഇട്ടിട്ടുണ്ട്, പോയി കാണണം കേട്ടോ. പിന്നെ മലയാളികളെല്ലാം ഡ്രസ്സിങ്ങിൽ ഇഷ്ടപ്പെടുന്ന ഇതുപോലുള്ള ഡ്രസ്സിങ്ങിലാണെന്നുള്ളത് ഷാനവാസ് പറഞ്ഞത് എനിക്ക് അത്ര പിടിച്ചിട്ടില്ല. എന്ന് ചോദിച്ചാൽ നമ്മൾ എല്ലാവരും അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരൊന്നും അല്ല. പണ്ടത്തെ കുലസ്ത്രീയും കുലപുരുഷന്മാരും ഒക്കെ അത്യാവശ്യം ഇപ്പോ വെറുപ്പിക്കലൊക്കെ നിർത്തി കുറച്ചൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ആ മലയാളികൾക്ക് അങ്ങനെ ചെയ്താലേ ഇഷ്ടപ്പെടുകയുള്ളൂ എന്ന് മലയാളിയുടെ മൊത്തം ആളായിട്ട് ഷാനവാസ് പറഞ്ഞത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ജിസ്ലിയെക്കാട്ടിലും കുറച്ചുകൂടി ഒരു നന്നായി മലയാളം അറിയാവുന്ന ഒരാളോട് ഷാനവാസ് പറഞ്ഞിരുന്നെങ്കിൽ 7ന്റെ പണി ഷാനവാസിന് കിട്ടിയേനെ. ഇനി എല്ലാ പ്രാവശ്യവും വലിയ വലിയ കാര്യങ്ങളൊന്നും വഴക്ക് വരാത്ത ബിഗ് ബോസിലെ മിക്കവാറും ചായയും കാപ്പിയും ചമ്മന്തിയൊക്കെ ആയിരിക്കും വിഷയം. തമിഴിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു ചമ്മന്തി ആയിരുന്നു. ഇപ്പം മലയാളത്തിൽ ദാണ്ടകട ഒരു ചായയാണ് വലിയ പ്രശ്നമായിട്ട് വന്നത്. ഏതായാലും ആ ചായ പ്രശ്നം അങ്ങനെ അവസാനിച്ചിട്ടുണ്ട്. ജനരം ചായ പ്രശ്നവും പിന്നെ ജട്ടി പ്രശ്നവും ഒക്കെ ആയിട്ട് കുറച്ചങ്ങ് ലൈവില് കുറച്ച് കൂടുതലായിരുന്നു. അതും എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, അതും കൂടെ ഒന്ന് പോയി കാണണം. പിന്നെ ജിസേലും അനുമോളും കൂടെ പറഞ്ഞത് കോംപ്രമൈസിനെ പുകഞ്ഞ കൊള്ളി പുറത്തെന്നുള്ള ഒരു ടാസ്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ഒരു ടാസ്ക്കാണ്. ഈ 3ാമത്തെ ദിവസം തന്നെ ഈ ടാസ്ക് വന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എന്നാന്ന് ചോദിച്ചാൽ എല്ലാവരും ഒന്ന് ആക്റ്റീവ് ആക്കാൻ പറ്റും. ഇതിലറിയാൻ പറ്റും നമുക്ക് ആരൊക്കെ ആക്റ്റീവാണ്, ആരൊക്കെ കുറച്ചൊന്ന് ഒതുങ്ങി നിൽക്കുന്നു എന്നുള്ളത്. പിന്നെ ആദില നൂറ ഒക്കെ അത്യാവശ്യം ഫയർ ആകാൻ സാധ്യതയുള്ള ആൾക്കാരാണ്. പിന്നെ രേണു ശ്രമിച്ചാൽ പറ്റും, പക്ഷെ പുള്ളി ഭയങ്കര ഒബ്സർവ് ചെയ്ത് അവസാനം പുറത്തു പോകുമെന്നറിയില്ല. രജിത്ത് സംസാരിക്കുന്നുണ്ട്, എന്നാൽ അത്രയ്ക്കും ശബ്ദം പുറത്തോട്ട് വരാത്ത പോലെ തോന്നുന്നു. അതുപോലെ ഒനിയൽ സാബു അതുപോലെ തോന്നുന്നു. അത്രയ്ക്ക് അങ്ങോട്ട് കിച്ചണിൽ തന്നെ നിൽക്കുന്ന പോലെ ഒരു ഫീൽ തോന്നുന്നു. പിന്നെ കലാഭവൻ ശാരിക അല്ലെ, അത്രയ്ക്കൊരു അവിടെ ഇവിടെയൊക്കെ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ടെങ്കിലും കാര്യമായിട്ടുള്ള ഒരു കാര്യം അവിടെ നടക്കുന്നില്ല. അഭിലാഷ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചാടുന്നുണ്ട്, എന്നാലും വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ ശരത്ത് അത്യാവശ്യം സംസാരിക്കുന്നു, അക്ബർ കുഴപ്പമില്ല. പിന്നെ ഉള്ളത് ബിൻസിയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത്ര ഇതല്ല. ശൈത്യ ഒട്ടും ആക്റ്റീവായിട്ട് തോന്നുന്നില്ല. പിന്നെ നമുക്ക് ഒരു
കാര്യം പറയണമെന്നുണ്ടെങ്കിൽ നേരിട്ട് പറയുകയും ചെയ്യുകയൊക്കെ ചെയ്യണമല്ലോ. നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ടേ ചാടി വഴക്കുണ്ടാക്കണമെന്നല്ല ഉദ്ദേശിക്കുന്നത്, എന്നാലും അത്യാവശ്യം ഒരു ആക്റ്റീവ് ആയിട്ടിരുന്ന കുഴപ്പമില്ലായിരുന്നു. പിന്നെ എല്ലാരും അത്യാവശ്യം ഒരു സേഫായി പോകണമെന്ന് ശ്രമിക്കുന്ന പോലൊക്കെ തോന്നുന്നു. ആര്യൻ കുഴപ്പമില്ല, ആര്യൻ അത്യാവശ്യം സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കുന്നുണ്ട്. പിന്നെ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ച് വരുമ്പോഴത്തേക്ക് ഒരു സംഭവം കയറി വരുന്നുണ്ടോ, സേഫ് ആയിട്ട് പോകുന്നുണ്ടോ എന്നും തോന്നുന്നു. അത്യാവശ്യം എല്ലാരും ഒന്ന് പുറത്തോട്ട് വന്ന് ടാസ്കിലോട്ടൊക്കെ ആക്റ്റീവായാൽ കൊള്ളാമെന്നുണ്ട്. ഈ ടാസ്ക് സംഭവം എന്താന്ന് പറയാം. എന്നു ചോദിച്ചാല് അത് ഒരാള് ഈ നോമിനേഷൻ വന്നല്ലോ, ടാസ്ക് ഒന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. നോമിനേഷൻ ചെയ്ത് പുള്ളി പുറത്തുനിന്നുള്ള സംഭവത്തിന് ഒരു 4 പേരെ നോമിനേറ്റ് ചെയ്യാൻ പറഞ്ഞു. അതിൽ ഷാനവാസ്, ബിൻസി, പിന്നെ നമ്മുടെ ശൈത്യ, നമ്മുടെ ജിസ്ലി, ഈ 4 പേരെയാണ് ഇവര് പിന്നെ ഇത് ചെയ്തേക്കുന്നത്. പുള്ളി പുറത്തുനിന്ന്, അതുകൊണ്ട് അവർക്ക് പുറത്തിരുന്ന് കളിക്കാനേ പറ്റുള്ളൂ. ബാത്റൂമിൽ മാത്രമേ നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റുള്ളൂ. ബാക്കിയല്ല, ഒരു കട്ടിലും കൊടുത്തിട്ടുണ്ട്. കട്ടിൽ കിടക്കുന്ന മാത്രം ഉറങ്ങാം, ഇരുന്നൊന്നും ഉറങ്ങാൻ പറ്റത്തില്ല. പിന്നെ ആരും അകത്ത് കയറി ഇരിക്കാനൊന്നും പറ്റത്തില്ല. സൈഡിൽ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇരുന്ന് ഉറങ്ങാം. നന്നായി ഉറങ്ങുന്ന സമയത്ത് വേണമെങ്കിൽ ഇവർക്കോ കൂടെ ഉള്ളവർക്കോ അല്ലെങ്കിൽ ബിഗ് ബോസ് വീടിന്റെ അകത്തുള്ളവർക്കോ നോമിനേറ്റ് ആകാത്തവർക്കോ അവരെ ഔട്ടാക്കാൻ പറ്റും. അതിന് കുറെയൊക്കെ ആൾക്കാരൊക്കെ ശ്രമിച്ചു. പക്ഷെ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ താണ്ടകട പിന്നെ ശരത്തും ആദ്യം ഒന്ന് അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ജിസ്ലി പെട്ടെന്ന് ഷാനവാസിനെ എണീപ്പിച്ചു. പക്ഷേ ശരത്ത് പറയുന്നത് എനിക്ക് പുള്ളി ഉറങ്ങുന്ന കണ്ടിട്ട് പാവം തോന്നി, എനിക്ക് എണീപ്പിക്കാൻ തോന്നിയില്ല എന്ന് പറഞ്ഞാൽ അക്ബർ ഇതേ കാര്യമാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബിന്നിയായിട്ട് ചെറിയൊരു ഇതായി, ടാസ്ക് പോലെ കളിക്കണം. പക്ഷെ എന്നാ ഈ ടാസ്ക് ചെയ്യുമ്പം ഒരു ഇതായിട്ട് സിമ്പതി അവിടെ ആവശ്യമില്ല എന്ന് ബിന്നി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നീ പോയി എണീപ്പിക്കെന്ന് അക്ബർ പറഞ്ഞു. അതൊരു ചെറിയ വഴക്ക് പോലെ അവിടെ വന്നു പോയി. പക്ഷെ ഇത് രണ്ടുപേരുടെ പോയിന്റിലും നോക്കുമ്പം എല്ലാരും കളിക്കാനാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് അധികം സിമ്പതി നോക്കേണ്ട കാര്യമില്ല. പിന്നെ സിമ്പതി നോക്കിയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ കളിച്ച് കയറി പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എനിക്കെന്തോ സിമ്പതി നോക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞത് ശരിയാണ്. പക്ഷെ അതേ സമയം തന്നെ എനിക്ക് അടുത്ത് ചെന്നാൽ ചിലപ്പോൾ എനിക്ക് എണീപ്പിക്കാൻ തോന്നുമല്ലോ എന്ന് അറിയത്തില്ല. ബിന്നി പറഞ്ഞതിനോടും എനിക്ക് വലിയ ഇതായിട്ട് തോന്നിയില്ല, കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നിയില്ല. പറഞ്ഞ ഒരു കാര്യം പറഞ്ഞാൽ അതിൽ സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നെവിന്റെയും രേണുവിന്റെയും കൂടെ ഒരു ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടി അവസാനം അതൊരു ചെറിയ സീരിയസ് ആയിട്ട് പോയി. മുഖം ഇട്ട് വരയ്ക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ അതത്ര ഫണ്ണി ആയിട്ട് തോന്നിയില്ല. അതൊക്കെ കുറച്ച് ഇച്ചിരി ഓവറായിട്ട് തോന്നി. അത്ര ഒരാളെ അങ്ങനെ പറയേണ്ട ആവശ്യമില്ലായിരുന്നെന്ന് തോന്നുന്നു. പിന്നെ ബാക്കി പുറത്ത് ഇരിക്കുന്ന ആൾക്കാർ ഉറങ്ങുകയും പകുതി പേര് കിടക്കുകയും എണീക്കുകയും ഒക്കെ ആയിട്ട് നേരം വെളുക്കുന്നിടം വരെ മാറി കിടക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഷാനവാസ് നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ട്. പുള്ളിക്ക് ഉറക്കം നഷ്ടപ്പെടാതെ ഗുളികയൊക്കെ കഴിച്ച ആളാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും പുള്ളി നന്നായിട്ട് കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. പുള്ളി എടുത്തോണ്ട് പോയാൽ പോലും അറിയത്തില്ലെന്ന് തോന്നുന്നു. മോർണിംഗ് വരെ ഉള്ളതാട്ടോ ഞാൻ പറയുന്നത്. ഏതായാലും അങ്ങനെ ചെയ്തിട്ടുണ്ട്. പുള്ളി നല്ല ഉറക്കമായിരുന്നു. പിന്നെ ബിൻസി കുറച്ചു നേരം കിടക്കുന്ന കണ്ടു. ജിസ്ലി അങ്ങനെ ഒത്തിരി കിടന്നില്ല. നേരം വെളുത്ത് വന്നത്തേക്കും കിടക്കുകയും പിന്നെ എണീറ്റ് നോക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഏതായാലും അത്യാവശ്യം നല്ല ഫയർ ആയിട്ടുള്ളതാണ് ജിസ്ലി. നന്നായിട്ട് കയറി വരട്ടെ. എനിക്ക് പുള്ളിയുടെ കളി ഭയങ്കര ഇഷ്ടപ്പെട്ടു. വേറെന്താ പറയാൻ വന്നേ? ചത്ത് കിടഞ്ഞ് എന്നാലും ചമഞ്ഞ് കിടക്കണമെന്ന് പറഞ്ഞ ആ ഡയലോഗൊക്കെ സൂപ്പറായിരുന്നു. മമ്മി പറഞ്ഞു കൊടുത്താന്നാ പറഞ്ഞത്. മലയാളം അത്യാവശ്യം പറയാൻ ശ്രമിക്കുന്നുണ്ട്. മാക്സിമം മലയാളം പറയാൻ ശ്രമിക്കുന്നുണ്ട്. അറിയത്തില്ലാത്ത കാര്യം ഒരു തെറ്റായി പറഞ്ഞാൽ ബാക്കിയുള്ളവരും പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ശരി, ഇനി നമുക്ക് ഇന്നത്തെ എപ്പിസോഡിന്റെ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഞാൻ നാളെ പറയാം കേട്ടോ. എനിക്ക് കുറച്ചൊരു പറയാനൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ ഞാൻ സൂപ്പറായിട്ട് വരും കേട്ടോ. എന്നാൽ ഞാൻ നാളത്തെ എപ്പിസോഡായിട്ട് വരാം. പിന്നെ ഇടയ്ക്ക് ലൈവ് കാണുന്നതൊക്കെ ആയിട്ട് ചെറിയ വീഡിയോ ആയിട്ട് വരണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.